എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഡോക്ടർക്ക് എത്ര സമയം ഒരു രോഗിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും? ഒരു രോഗി രോഗമായി വരുമ്പോൾ അയാളുടെ രോഗവിവരം കേൾക്കാൻ, പരിശോധിച്ച് ഇൻവെസ്റ്റിഗേഷൻ എഴുതി ചികിത്സിക്കാനായിട്ട് എത്ര സമയം കൊടുക്കണം? ഇപ്പൊ എത്ര കൊടുക്കാൻ പറ്റുന്നുണ്ട്? നമ്മളത് ആലോചിക്കേണ്ട ഒരു വിഷയമല്ല. ഒരു 200-300 രോഗികളെ ഒരു ഡോക്ടർ ഒരു 1-2 മിനിറ്റ് ഒരു ഡോക്ടർക്ക് നിലവിൽ കിട്ടുന്നുള്ളൂ. അത് ഉത്തരം പറ. അത് കറക്റ്റ് പോയിന്റ് ആണ്. ഇതിന് ചർച്ച വരണം. ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ജനങ്ങളോട് പറയണം, നിലവിലെ സർക്കാർ ജനങ്ങളുടെ അനുപാതത്തിന് അനുസൃതമായിട്ടുള്ള ആശുപത്രി ഡോക്ടർമാരുണ്ടോ, ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ എന്താണ് വഴി, അല്ലെങ്കിൽ നഴ്സുമാരുണ്ടോ, ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ എന്താണ്? ഇതൊന്നും ചെയ്തില്ല, അടച്ചു വെക്കുകയാണ്. അതായത് സിസ്റ്റം മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളെ കബളിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല ധാർഷ്ട്യം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതാണ് ജനങ്ങളോട് തുറന്നു പറഞ്ഞത്, ആ തെറ്റുപറ്റി, ഞങ്ങൾ തിരുത്താം, ഇവിടെ നമുക്ക് ഇത്രയേ പറ്റുന്നുള്ളൂ, നമുക്ക് ഇനി മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് കേരളത്തിന്റെ സർക്കാർ ആരോഗ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? നീ കയറിയേക്കോ? ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ വിഷയം വയറ്റിലെ കത്രിക ഉണ്ടാകുമ്പോൾ ആ ഡോക്ടറിന്റെ പേര് ഞാനോട് പറയുന്നില്ല, അവരുടെ ഒരു ബൈറ്റ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടു. അവർ ജനങ്ങൾ ഏറ്റവും കൂടുതൽ രോഷാകുലരായത് അവരുടെ ആ ആറ്റിറ്റ്യൂഡിന്റെ പുറത്തുനിന്നാണ്. 50 കൊല്ലം വയറ്റിനകത്ത് കത്രിക കിടന്നാലും കുഴപ്പമില്ല. ഒന്നാലോചിച്ച് 50 വർഷം ഒരു വ്യക്തിയുടെ നമുക്കറിയില്ല. എനിക്ക് വേദന ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഡോക്ടർ കേട്ടോ, പക്ഷെ ഞാൻ മനസ്സിലാകുന്നതിന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്നു. എന്റെ വയറ്റിൽ 50 വർഷം ഒരു കത്രിക കിടന്നാൽ അതിനകത്ത് എനിക്ക് വേദന ഉണ്ടാവും. പിന്നെ അതിന്റെ ടെക്നിക്കൽ വശം വിശദീകരിക്കുകയാണ്. ഇത് കത്രികയല്ല, വേറെ ഒരു ടെക്നിക്കൽ പേരെന്തൊക്കെയുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഇത് അംഗീകരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? ഈ യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്തിനാ ഇതിനെ മൂടി വെക്കുന്നത്? ഈ യാഥാർത്ഥ്യത്തെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് ഇനി നമുക്ക് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. നാട് നീളെ ഫ്ലെക്സ് വെക്കുക, ഒരു വശത്ത് നാട് നീളെ ഫ്ലെക്സ് വെക്കുകയും മറുവശത്ത് ഈ സാധാരണക്കാരുടെ വയറ്റിൽ കത്രിക വയ്ക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? പറഞ്ഞത് ശരിയാണ്. 1000 പേരുടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 250 പേരോ 202 പേരെ പോസ്റ്റിങ്ങിന് അനുമതി കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിലവിലത്തെ ഇന്ത്യൻ സിനാരോയിൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയും പോസ്റ്റ് ക്രിയേഷനും പോസ്റ്റിംഗും നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ കേരളമാണ് ഇന്ത്യയിൽ പ്രഥമ സ്ഥാനത്തുള്ളത്. അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ. ഉണ്ട് ആണോ? എന്നാ കണ്ടിന്യൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് കോട്ട് ചെയ്തിട്ടാണ് ചോദിച്ചത്. ഇവരുടെ ഓൾട്ടർനേറ്റീവ് എന്താണ്? അതാണ് ഞാൻ ബഹുമാനിയായ രമേശ് ചെന്നിത്തലയെ കോട്ട് ചെയ്തത്. ബഹുമാനിയായ BJP-യുടെ ഓൾട്ടർനേറ്റീവ് എന്താണ്? കോൺഗ്രസിന്റെ ഓൾട്ടർനേറ്റീവ് എന്താണ്? ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ഇസ് നോട്ട് ടു ബിസിനസ്. ആരോഗ്യം, സ്കൂള്, ഇതൊക്കെ സ്വകാര്യ മുതലാളിമാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തിക്കോളും. സർക്കാർ എന്ത് ചെയ്താൽ മതി? സർക്കാർ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് പറയട്ടെ, നീതിയുക്തമായ ഒരു നഷ്ടപരിഹാരം. 3 സർക്കാർ ഹോസ്പിറ്റലാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് നീതി നിഷേധിക്കുന്നു? അതിന് ഉത്തരം ജയിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞത് വളരെ അല്ല, അത് പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഇപ്പോ ഈ മാറിയ പരിസ്ഥിതിയിൽ? ഞങ്ങൾക്ക് ഇത്രയും വർഷമുള്ള നഷ്ടങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച വേദനക്കോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നിനും പകരം വെക്കാൻ കോടികൾ തന്നാലും മതിയാവൂല. പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സാമ്പത്തിക നഷ്ടം. ഇനിയും ഇപ്പോഴും ഞാൻ തുടർ ചികിത്സയിലാണ്. ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അപ്പൊ ഇപ്പം ഇനിയും തുടർന്ന് എത്ര കാലം ചികിത്സ തുടരണമെന്നും അറിയില്ല. എല്ലാരും പറഞ്ഞു കത്രിക എടുത്തില്ല, ഇനിയിപ്പോ എന്താ? കത്രിക എടുത്തതിന് ശേഷം ഒരു സർജറി നടന്നു. മൊത്തം ഈ ഒരു പ്രായത്തിനുള്ളിൽ ഒരുപാട് സർജറികൾ കഴിഞ്ഞു. ഇനിയും ചികിത്സകൾ ആവശ്യമാണ്. ശരിയായ ഒരു ആരോഗ്യാവസ്ഥയിലല്ല ഉള്ളത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം. ഇവിടെ എത്ര ആരോഗ്യരംഗം എത്ര കുതിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നഷ്ടം നികത്താൻ പറ്റൂല. ഈ നഷ്ടം നികത്താൻ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഈ സഹോദരിയുടെ 2 ലക്ഷം കൊടുത്തിട്ട് അവർ വാങ്ങിച്ചില്ല. അന്ന് ജയിക്കും പറഞ്ഞിട്ട് വലിയ എമൗണ്ട് പോലെയാണ്. ഈ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ വെളിയിൽ പോയി എത്ര കോടികൾക്കാണ് ചികിത്സിക്കുന്നത്. ഒരു വസ്തു എടുക്കുമ്പോഴത്തെ പൊന്നുമല കൊടുക്കും. നമ്മളെക്കാൾ എത്ര പ്രായം കുറഞ്ഞ സഹോദരിയാണ്. അവരുടെ ജീവന് 2 ലക്ഷം രൂപ വിലയുള്ളൂ. 25 ലക്ഷം രൂപ സ്വാഭാവികം. ഇതിനകത്ത് ഡോക്ടർ ലാൽ പറഞ്ഞത് എന്താണ്? നമ്മളുടെ മെയിൻ സ്ട്രീം രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പിണറായി വിജയനൊക്കെ പുറത്തു പോയി എത്രയോ ലക്ഷക്കണക്കിന് ചികിത്സിക്കുന്നു. ഞാൻ പറയുന്നു, അങ്ങേക്ക് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അങ്ങയുടെ അവസരത്തിൽ വ്യക്തമാക്കിയാൽ മതി. വിദേശത്ത് പോയി ചികിത്സിച്ച കേരളത്തിന്റെ ബഹുമാനിയായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അസുഖം എന്തായിരുന്നു? മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിച്ച ശ്രീ പിണറായി വിജയന്റെ അസുഖം എന്തായിരുന്നു? എനിക്ക് ഉറപ്പുണ്ട് ഇദ്ദേഹത്തിന് അറിയില്ലെങ്കിലും ആങ്കർ എന്ന നിലയിൽ രോഗികൾക്കും പൈസ കൊടുക്കുമായിരുന്നു. ഇതെന്തൊരു ഇതെന്തൊരു കഷ്ടമാണ്. ഭാഗമായി പ്രവർത്തിക്കുന്ന ആരോഗ്യമന്ത്രി തന്നെ ഇവരോട് അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ഉന്നയിച്ച പേരുകാരുടെ പേരിൽ ഇപ്പോൾ വന്നിട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയുടെ സമക്ഷത്താണ്. പ്രോസിക്യൂട്ട് ചെയ്യാൻ, സംരക്ഷിക്കാനല്ല, പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിയാണ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. 2 ലക്ഷം രൂപ സമാശ്വാസ തുക എന്ന നിലയിൽ ആദ്യഘട്ടം കൈമാറിയത് അവർക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് അവർ വാങ്ങിയിട്ടില്ല. ഇരിക്കട്ടെ, അത് പോരാ. എങ്ങനായിരുന്നു സമാശ്വാസം ആരോഗ്യ
ആരോഗ്യമന്ത്രി ഞങ്ങൾക്ക് പറഞ്ഞത്. കേവലം ഞാനതൊന്നും- മുഖ്യമന്ത്രി അല്ല, അത് പറയട്ടെ. കളവ് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോ ആരോഗ്യമന്ത്രി പറയുന്ന മാതിരി കളവ് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾക്ക് പോകുന്നത് ഞാനത് ഇപ്പോഴും പറഞ്ഞു ചികിത്സ നിൽക്കാൻ പറ്റില്ല. നമ്മൾ നടക്കുന്നുണ്ട്. വെറുതെ സമയം കളയണ്ട. പറഞ്ഞു ഇപ്പോഴും ചികിത്സ ഞാൻ നിങ്ങളിലേക്ക് വരാം. ഞങ്ങൾക്ക് നീതിയുക്തമായ ഒരു നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടാന്നുള്ളതിൽ ഒരു സംശയം ആർക്കും ഇല്ല. ഇത് തീർച്ചയായിട്ടും. കോടതിയിൽ പോയി തെളിയിക്കേണ്ട ഒരു കേസും ഇവിടെ ഇല്ല. ഇവിടെ എന്താ തെളിയിക്കപ്പെടേണ്ടത്? മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നു. എന്റെ വയറിൽ കത്രിക ഉണ്ടായിരുന്നു 5 വർഷം ഉണ്ടായിരുന്നു. അത് പുറത്തെടുത്തത് ഗവൺമെന്റ് മെഡിക്കൽ അതിനെ സംബന്ധിച്ചുള്ള കോളേജിലെ ചോദ്യങ്ങളും ഡോക്ടേഴ്സ് ആണ്. ഉത്തരങ്ങളും പിന്നെ മെഡിക്കൽ എന്തിനാണ് അങ്ങോട്ടും അന്വേഷണ സംഘത്തിന്റെ ഇങ്ങോട്ടും റിപ്പോർട്ട് ആരോഗ്യമന്ത്രി? ഞങ്ങൾ കോടതിയുടെ പലതവണ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി അത് കാണാൻ ഞങ്ങൾ ചെയ്യാനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടില്ലേ? അപ്പോൾ ആ കോടതി കോടതിയാണോ നഷ്ടപരിഹാരം നൽകേണ്ടത്? കോടതിയാണോ നഷ്ടപരിഹാരം നൽകേണ്ടത്? അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റിനും ഇത് ഇതിനെ ചെയ്ത സംബന്ധിച്ചുള്ള ഡോക്ടേഴ്സിനാണ് ഉത്തരവാദിത്വം. അപ്പോൾ ചെയ്യാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നു, ഇവർക്കുള്ള നീതി പൂർണ്ണമായും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് തന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്ത ആരോഗ്യമന്ത്രി എന്ത് ചെയ്തു? ഇങ്ങനെ തന്നെ എനിക്കും പറയേണ്ടി വരും. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നീതി കിട്ടണം. അതിലെന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. 2, കേന്ദ്ര സർക്കാരിനെ പറഞ്ഞുകൊണ്ടും കേരളത്തിലെ മുഴുവനായിട്ടുള്ള ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടും എനിക്ക് മറ്റ് 1-2 കാര്യം കൂടി പറയാനുണ്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ ഈ രാജ്യത്തെ എയിംസിന്റെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ എണ്ണം 7 ഇന്നത് 23 ആയിട്ടുണ്ട്. മെഡിക്കൽ പറയാം, അതിലോട്ട് ഞാൻ വരികയാണ്. അതിലോട്ടാണ് വരുന്നത്. നമ്മൾ കുറെ കാലം സംസാരിക്കുന്നതാണല്ലോ. 357 മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഇന്ന് 820 മെഡിക്കൽ കോളേജിലധികം ഉണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തും. നോക്ക്, തന്നില്ലല്ലോ എന്ന് ജയിക്ക് പറഞ്ഞു. കൊടുത്തത് എന്താ ചെയ്തത്? ESIയുടെ മെഡിക്കൽ കോളേജ് കേരളത്തിന് അനുവദിച്ചു. ESI ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് മെഡിക്കൽ കോളേജിന്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിന്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരുമെന്ന് ESI ഇവിടെ നമ്മുടെ സർക്കാരിനോട് പറഞ്ഞു. കഴിഞ്ഞ 2026 ജനുവരി 28 അവസാനത്തെ ദിവസം ആദ്യം വെച്ചിരുന്നത് ജനുവരി 28 അതിനുശേഷം എന്ത് ചെയ്തു? ESI 2-3 തവണ ജനുവരി 9 ജനുവരി 25 ചോദിച്ചു നിങ്ങൾ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് വേണം, ഈ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വേണം എന്ന് സംസ്ഥാന സർക്കാർ ഒരു കത്ത് കൊടുത്താൽ മതി. വേറൊന്നുമില്ല, ഒരു കത്ത് കൊടുക്കണം, ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് വേണം. 2 തവണ കഴിഞ്ഞില്ല. ESI 2 തവണ ചോദിച്ചു, ഇവർ കൊടുത്തില്ല എന്ന് മാത്രമല്ല. അതിലോട്ട് ഞാൻ വരുന്നു. ആദ്യം മെഡിക്കൽ കോളേജ് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് 2 ഡേറ്റ് നീട്ടി കൊടുത്തില്ല. ആ സമയത്തൊക്കെ ഫയല് വീണ ജോർജിന്റെ അവരുടെ ഓഫീസിലുണ്ട്. കഴിഞ്ഞില്ല. PMOയിൽ നിന്ന് ചീഫ് സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചു. നിർമ്മല സീതാരാമൻ അവരവിടെ പോയിട്ട് മറ്റേ KB തോമസിനെ പണ്ട് ഇവര് മറ്റേ ഷട്ടിൽ മൊത്തം മഷി ഒഴിച്ച KB തോമസ് ഉണ്ടല്ലോ, 10-15 ലക്ഷം മാസം കൊടുത്തിട്ട് അവിടെ ജോലിക്ക് വെച്ചേക്കുന്നത്, അദ്ദേഹത്തിന് നിർമ്മല സീതാരാമൻ നേരിട്ട് വിളിച്ചു. ഈ ESI മെഡിക്കൽ കോളേജിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു ഫെബ്രുവരി 3 വരെ. എന്നിട്ടും കൊടുത്തില്ല. നഷ്ടപ്പെടുത്തിയോ? ഓ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? എവിടെയാണ് എയിംസ്? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, 7 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. 23 ഞാൻ പറഞ്ഞല്ലോ, അന്ന് കേരളത്തിന് കൊടുക്കുമെന്ന് ശ്രീ ഹർഷവർദ്ധൻ അന്ന് പറഞ്ഞാണ്. അന്ന് ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം 4 സ്പോട്ട് പറഞ്ഞു. ഇന്നിപ്പോ എത്ര സ്പോട്ടാണ് നമ്മൾ പറഞ്ഞത്? എന്ത് രേഖ പേപ്പർ കൊടുക്കട്ടെ? ആലപ്പുഴ എത്തും അദ്ദേഹം പറയും, ഇതാ ഇവിടെ ഇത് വീട്ടിൽ നമ്മൾ വീട്ടിലിരുന്ന് മെഡിക്കൽ നോക്കുന്ന കാര്യമല്ല പറഞ്ഞു, എയിംസ് ആണ്. അതിന് പറയട്ടെ, അതിന് നിങ്ങളൊരു സ്ഥലം കേന്ദ്ര സർക്കാരിന് കൈമാറണം. എവിടെ കൊടുത്തു? ഇതിവർ 4 സ്ഥലം കൊടുത്തു. ഇത് കേന്ദ്ര സർക്കാരിന് ഇത് കൈമാറണം. എവിടെയാ കൈമാറിയത്? ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഇടതുപക്ഷത്തിന് ആൾക്കാരോടും ഇവർ പറയട്ടെ. കോടതി പറഞ്ഞോട്ടെ, നല്ല കാര്യം. ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്ന് പറഞ്ഞോട്ടെ, എവിടെയാണ് സ്ഥലം? ഈ ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ പാടില്ലോ. ജിയോ ആണേ, ഗവൺമെന്റ് ഓർഡർ നമ്പർ 1414/2022 ആദ്യത്തെ 2 സെന്റൻസേ വായിക്കുന്നുള്ളൂ. അതായത് 2010 സ്ഥലം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കേരളം കൊടുത്ത കത്തിന്റെ കോപ്പിയാണ്. ഇത്രേ ഉള്ളൂ. The establishment of All India Institute of Medical Sciences is a long-standing needs for the development of health sector in state. The state government had identified land at Kinalur in Kozhikode district suitable for establishing AIIMS in Kerala, and the same was communicated to the government of India as per the letter read as first paper above. Subsequently, on the basis of the decision taken in the meeting held on 20/9/2021 സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തീകരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് കത്ത് കൊടുത്തു. ആ കത്തിന്റെ ഗവൺമെന്റ് ഓർഡറെ കോപ്പി ചെയ്ത് ബാക്കി പറഞ്ഞു മാത്രം തീർന്നില്ല. ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിന് അവിടെയാണ് പ്രശ്നം. ഇവർ പറയുന്നു ഇവർ അവിടെയാണ് പ്രശ്നം. ഇതിന് ക്ലാരിറ്റി ഇല്ല. ഇതിന് ക്ലാരിറ്റി കാണിക്കും. ഏത് കാണിച്ചോ? അത് നമ്മളൊക്കെ എത്രയോ കണ്ടാണ്. ഞാൻ പറഞ്ഞതല്ല, എവിടെ കൊടുത്തു?
എന്ന് കൊടുത്തു കേന്ദ്ര സർക്കാരിന് സ്ഥലം ഏറ്റെടുത്തു. ഇവർ പറയുന്നതല്ലേ സ്ഥലം ഏറ്റെടുത്തു എന്ന് ജിയോ നമ്മളിങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഉണ്ട ഉരുളയ്ക്ക് ഉചിതം കാട്ടാത്തവനോട് കർത്താവ് പോലും പൊറുക്കൂലടാ. പി രാജേഷ്, പി രാജീവ്, ആ. ഈ പറഞ്ഞ വീണ ജോർജ് അടക്കമുള്ളവർ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ആയി കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കൈപ്പറ്റിയിരിക്കുന്ന പൈസ അത് ഈ പറയുന്ന പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്നാണ്. പി രാജേഷ് പാലക്കാട് നിന്ന് അപ്പോളയിൽ വന്നാണ് ചികിത്സ നേടിയത്. പി രാജീവിന്റെ കാര്യം ഞാൻ പറയണ്ട, 7 സ്റ്റാർ ആശുപത്രികളിലല്ലാതെ ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ പോകുന്നില്ല. നേരത്തെ ജയിക്ക് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ അതേ രീതിയിലുള്ള അസുഖമാണ് പിണറായി വിജയനുള്ളത്, അതേ രീതിയിലുള്ള അസുഖമാണോ രാജീവിനുള്ളത്, പി രാജേഷിനുള്ളത്, വീണ ജോർജിനുള്ളത്. വീണ ജോർജ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 തവണയാണ് സർക്കാർ ആശുപത്രിയിൽ പോയത്. ഒന്ന് സമരം കണ്ട് BP കൂടി, 2 കഴിഞ്ഞ ദിവസം അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു അസുഖം. ആ അസുഖത്തിന്റെ പേരിൽ 2 തവണയാണ് സർക്കാർ ആശുപത്രിയിൽ പോയത്. മന്ത്രിമാർക്ക് എന്തെങ്കിലും ഒരു ലാഞ്ചന, ലജ്ജയുടെ ലാഞ്ചന ഉണ്ടെങ്കിൽ അവർ ഈ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞ് കൈപ്പറ്റിയിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് ഇതാ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കണം, ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. എന്റെ ഇടയിൽ വറ്റു കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. നമ്മുടെ ആരോഗ്യ രംഗത്ത് വീഴ്ചകളുണ്ടോ? അതെ. ഇപ്പൊ ഡോക്ടർ വന്ദനദാസിന്റെ വിഷയം വന്നു. നമ്മൾ കേരളം ഒന്നടങ്കം അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. നമ്മളൊക്കെ സമരം ചെയ്ത് നിങ്ങളൊക്കെ വലിയ വാർത്തകൾ കൊടുത്ത് ആ ഡോക്ടർ സമൂഹത്തോട് മുഴുവൻ നമ്മൾ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അനൂപ് കണ്ണിന് 2 കണ്ണുകൾ നഷ്ടപ്പെട്ടിരിക്കലാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയത് ബൈക്ക് ഓടിച്ചിട്ടാണ്. തിരിച്ചു വന്ന അദ്ദേഹം കാണാൻ വേണ്ടി പറ്റാതെയാണ്. ആ ഒരു അവസ്ഥ ഉണ്ടായില്ലേ, അങ്ങനെ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന്. ഇനി നമ്മുടെ സർക്കാർ ആശുപത്രികളെ കൂടുതലായിട്ട് പറയുന്നത് എന്താ? ഒന്ന്, ഈ രാജ്യത്തെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളെയാണെന്ന്. അവിടെ കൂടുതൽ മെച്ചപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കും, അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. 2, സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അവന് ചോദിക്കാനുള്ള അർഹതയുണ്ട്. ഈ 2 കാര്യങ്ങളുണ്ട്. കമ്മിറ്റ്മെന്റ് കൂടുതലാണ്. നമ്മളൊരു കാര്യം വിമർശിക്കുമ്പോ നീ കോൺഗ്രസ് ആയിട്ട് വിമർശിക്കുന്നത്. നമുക്ക് എന്നെ പോലെ ഒരുപാട് പേര്, ഇവരിൽ പലരും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഞങ്ങൾ എപ്പോഴും പണ്ടേ പ്രവർത്തിക്കുന്നവരാണ്. ഞാനൊക്കെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ മാത്രം പഠിച്ച ആളാണ്. PhD പോലും ഗവൺമെന്റ് നിന്നാണ്. ഗവൺമെന്റ് മാത്രം വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഈ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഇഷ്ടപ്പെടാത്ത പറയുമ്പോൾ നിങ്ങൾ പ്രൈവറ്റിന് വേണ്ടി പറയരുത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞത് ഭയമൊന്നല്ല, എനിക്കൊരു ആവശ്യം വന്നാൽ പോകേണ്ട മെഡിക്കൽ കോളേജിൽ സൗകര്യമില്ലെന്ന് പറയുന്നത്. റോഡിൽ മരിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇട്ടിരുന്ന മെഡിക്കൽ കോളേജിന് അടുത്തൊരാളെ ഞാൻ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് 1 മണിക്കൂറോളം എടുത്തു. അവർക്കൊരു അറ്റൻഷൻ, അയാൾക്കൊരു അറ്റൻഷൻ കിട്ടും. ജീവനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് കൊണ്ടുപോയതാണ്. ഇത് ആരോട് പറയും? ഭരിക്കുന്ന സർക്കാരിനോട് പറയും. മരിച്ചുപോയി മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റൂ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോട് പറയാൻ പറ്റൂ? അത് പറയുമ്പോൾ സർക്കാരിനെതിരാകുന്നതിന് ഞാൻ ജനങ്ങൾക്കൊപ്പമാണ്. എന്റെ രാഷ്ട്രീയം പൊതുജനാരോഗ്യമാണ്. കോളേജിനെ കുറിച്ച് പറഞ്ഞു, ഇവരെല്ലാവരും പറഞ്ഞു പ്രശ്നം ഒരു തർക്കവുമില്ല. ശ്രീമതി ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് മരണപ്പെട്ടു. 12 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ്. 40 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടം ഇപ്പോഴും പൊളിയാതുണ്ട്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതേ കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു കാര്യം ചെയ്തു. എന്താണ് കാര്യം? 3 ട്രാൻസ്പ്ലാന്റേഷൻ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഇപ്പോൾ നടത്തി. ഡൽഹി എയിംസ് കഴിഞ്ഞാൽ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയ ഇന്ത്യയിലെ ഏക പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജാണ്. ലെറ്റ് മീ കംപ്ലീറ്റ്. എത്ര നേരം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നന്മ പറയുമ്പോൾ ആർക്കും പൊള്ളേണ്ട കാര്യമില്ല. ആർക്കും നാവ് വായിലിട്ടുകൊണ്ട് മിണ്ടാണ്ടിരുന്നോണം. അപ്പൊ എന്താണ്? 3 ട്രാൻസ്പ്ലാന്റേഷൻ ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ പൊതുജനാരോഗ്യ കേന്ദ്രം നമ്മുടെ കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഒരു ജില്ലാ ജനറൽ ആശുപത്രിയിൽ നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഈ ജില്ലയിൽ എറണാകുളത്ത് ജില്ലാ ജനറൽ ആശുപത്രിയിൽ വിജയകരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയ, ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്നത്. പുറത്ത് കാനഡയിൽ ചെന്നാലോ, US ചെന്നാലോ, ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റിൽ ചെന്നാലോ. അപ്പം ഇത്രയും അത്ഭുതകരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന, അതിനുവേണ്ടി അഹോരാത്രം ജോലി എടുക്കുന്ന മിടുമിടുക്കന്മാരായ യുവതികൾ, യുവാക്കൾ, പ്രൊഫഷണലുകൾ, ആരോഗ്യ പ്രവർത്തകർ ഒക്കെ ചോരയും വികർപ്പും നീരാക്കി പണിയെടുക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം. ഇപ്പൊ ഒരു വിവരം കിട്ടി, നിനക്കൊക്കെ ഒരു വിവരമില്ലെന്ന്. ജയിക്കിനോട് ചോദ്യം. തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ 14 ജില്ലാ ആശുപത്രികളുണ്ട്. എത്ര സ്ഥലത്ത് 24 മണിക്കൂറും അടിയന്തര ചികിത്സയുണ്ട്? എത്ര സ്ഥലത്ത്, എത്ര ജില്ലയിൽ? ഒരിടത്തുമില്ല. അതുകൊണ്ടാണ് ആളുകൾ ഓടി മെഡിക്കൽ കോളേജിൽ പോകുന്നത്. SKN അപ്പൻഡിസൈറ്റിസ് രോഗം വന്നാൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് വരണം. ജില്ലാ ആശുപത്രി നടയിലാണ് താമസിക്കലും. കാലൊടിഞ്ഞാൽ 1 മണിക്ക് മുമ്പ് കാലൊടിയണം. ഇല്ല, 24 മണിക്കൂർ. ഞാൻ ചോദിച്ചെടുത്തും പറയും അടിയന്തര ചികിത്സ. നിങ്ങൾ ചികിത്സിക്കണം, ഞാൻ ഡോക്ടറാ. 24 മണിക്കൂർ തിരുവനന്തപുരം. ഞാൻ ചോദിക്കട്ടെ, അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ആശുപത്രിയിൽ ഹാർട്ട് വാച്ചിന്റെ കാര്യമാണ്. അതെന്താ? കാത്തലാബല്ല ഞാൻ ചോദിക്കുന്നത്, നിസ്സാര കാര്യമാണ്. കാത്തലാബ് വിട്.
അതുള്ളതുകൊണ്ട് കാലൊടിഞ്ഞാലേ ജില്ലാ ആശുപത്രിയുടെ വർഷങ്ങളായി കാണണം. ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ വെച്ച് കാലൊടിഞ്ഞാൽ ഇത് ഡോക്ടർമാരെ ആശുപത്രിയുടെ കുഴപ്പമല്ല, ഇത് നമുക്ക് മാറണം എന്നാ ഞാൻ പറയുന്നത്. ജില്ലാ ആശുപത്രികളിൽ അടിയന്തര ചികിത്സ, ഹാർട്ട് അറ്റാക്ക് വന്നാൽ മെഡിക്കൽ കോളേജിൽ പോകണം 1 മണിക്ക് ശേഷം. ഇതേ കേരളത്തിലെ ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് തറയിൽ കിടക്കാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്താൽ മാത്രം അഡ്മിഷൻ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത് രോഗികൾ കൂടിയിട്ടല്ലേ? ആണ് റീസൺ എന്തായാലും അതിനനുസരിച്ച് ഫെസിലിറ്റീസ് കൂട്ടണ്ടേ? അത് ശരി, രോഗികൾ കൂടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തറ കിടന്നു പറയാൻ പറ്റും? എന്തിനായത്? തറ കിടത്തണം. അല്ലല്ല, ഓപ്ഷൻ 2 അല്ല, 3ാമതുണ്ട്. അവിടെ സൗകര്യങ്ങൾ വികസിപ്പിക്കണം, അവിടെ ഡോക്ടർമാരെ കൂടുതൽ അപ്പോയിന്റ് ചെയ്യണം, നഴ്സുമാരെ കൂടുതൽ അപ്പോയിന്റ് ചെയ്യണം. ആള് കൂടുതലാണെന്ന് പറഞ്ഞ് തറയെ കിടത്തണം എന്ന് പറഞ്ഞാൽ എന്റെ എസ് എങ്ങനെ ആയിരിക്കും? ജയിക്കിനുള്ള ഉത്തരം അദ്ദേഹം പറഞ്ഞ കോട്ടയത്തെ 1 ഡസൻ പട്ടികകളുടെ കാര്യമാണ്. ഇതേ കോട്ടയത്ത് പാല ജനറൽ ആശുപത്രിയിൽ പോകണം, അവിടെ ചെല്ലുന്ന രോഗികളെ കാത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പട്ടികകളല്ല, അവിടെ തെരുവ് പട്ടികളാണ്. പട്ടികൾ എത്രയെണ്ണം? അത് ജനറൽ ആശുപത്രിയുടെ പേരാ, KM മാണിയുടെ പേരിലുള്ള ജനറൽ ആശുപത്രിയിലെ അവസ്ഥയാണ് പറഞ്ഞത്. 2, ഇതേ കോട്ടയത്ത് ഇതേ ബിന്ദു മരിച്ച സമയത്ത് അവിടെ ആരോഗ്യമന്ത്രി പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴുവനല്ല, ഇവൻ തന്നെ എത്തിയിട്ട് പറഞ്ഞു ആ കെട്ടിടത്തിന്റെ അടിയിൽ ആരുമേ ഇല്ല. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ 1 മണിക്കൂറാണ് രക്ഷാപ്രവർത്തനം വൈകിയത്. ഒരുപക്ഷെ ബിന്ദു മരിച്ചതിന്റെ കാര്യം കാരണം ആരോഗ്യമന്ത്രി അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പാവപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ആവശ്യം, മന്ത്രിമാരുൾപ്പെടെ അത്യാവശ്യം ഗവൺമെന്റ് ആശുപത്രി പോകുന്നുണ്ട്. അപ്പൊ സർക്കാർ ആശുപത്രി സ്വകാര്യ ആശുപത്രികളെക്കാൾ തുല്യമോ അല്ലെങ്കിൽ മെച്ചപ്പെട്ടോ നിൽക്കണം. അത്യാവശ്യം വരുമ്പോഴത്തേക്ക് മാത്രമേ പ്രൈവറ്റിലൊക്കെ മന്ത്രിമാരോ പോകാറുള്ളൂ. മുഖ്യമന്ത്രി മന്ത്രിയൊക്കെ സ്വകാര്യ ആശുപത്രികൾ വിട്ടിട്ട് ഗവൺമെന്റ് ആശുപത്രികളിൽ പോയി മാത്രം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.